നിൽക്കുന്ന ഒരാൾക്ക് സ്വന്തം വീട് വിൽക്കാൻ നോക്കുമ്പോൾ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നവർ ഒഴിഞ്ഞു തരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു യുദ്ധമാകുമോ അതോ സൗഹൃദമാകുമോ? വെൽക്കം, ദിസ് ഈസ് യുവർ നല്ല നേരം. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കഥാപാത്രമാണ് മോഹൻലാൽ അവതരിപ്പിച്ച ഗോപാലകൃഷ്ണ പണിക്കർ. മരിച്ചുപോയ അച്ഛൻ ഉണ്ടാക്കി വെച്ച കടങ്ങൾ തീർക്കാൻ തന്റെ വീട് വിൽക്കാൻ അയാൾ പാടുപെടുകയാണ്. പക്ഷെ അവിടെ താമസിക്കുന്ന മീരയും അവളുടെ കുടുംബവും അവിടെ നിന്നും ഇറങ്ങാൻ തയ്യാറല്ല. അവരെ ഒഴിപ്പിക്കാൻ ഗോപാലകൃഷ്ണൻ നടത്തുന്ന ഓരോ തമാശ നിറഞ്ഞ ശ്രമങ്ങളാണ് സിനിമയുടെ ആദ്യ പകുതി. ശ്രീനിവാസന്റെ തിരക്കഥയിലെ മൂർച്ചയുള്ള തമാശകളും സത്യനന്ദിക്കാടിന്റെ ലളിതമായ ആഖ്യാനവും ഈ സിനിമയെ ഒരു ക്ലാസിക് ആക്കുന്നു. ദാമോദർജിയായി വരുന്ന തിലകന്റെ പ്രകടനം ഇന്നും സോഷ്യൽ മീഡിയയിലെ ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. സിനിമയുടെ രണ്ടാം പകുതിയിൽ ഗോപാലകൃഷ്ണൻ ആ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുന്നതോടെ കഥയുടെ ഗതി മാറുന്നു. ശത്രുതയേക്കാൾ വലുത് പരസ്പരം മനസ്സിലാക്കലാണെന്ന് ഈ സിനിമ നമ്മളെ ചിരിയിലൂടെ പഠിപ്പിക്കുന്നു. ക്ലൈമാക്സിൽ ആ വീട് വിൽക്കാതെ എല്ലാവരും ഒരു കുടുംബത്തെ പോലെ ഒന്നിക്കുമ്പോൾ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന പേര് അനർത്ഥമാകുന്നു. ഓരോ മലയാളിയും തീർച്ചയായും കണ്ടിരിക്കേണ്ട, ആവർത്തിച്ചു കണ്ടാലും മടുക്കാത്ത ഒരു നിത്യഹരിത ചിത്രം മറ്റൊരു നല്ല നേരവുമായി വീണ്ടും കാണാം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഗെയിംസ് കളിച്ച് റിവാർഡ്സുകൾ നേടുവാനും ഇപ്പോൾ തന്നെ ഫാൻ ബെൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യും.